നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബോഡിയിലെ നീര് സലൈവ എങ്ങനെ അവർ നക്കുന്നത് വഴിയില്ലേ അത് തട്ടുള്ളൂ അല്ലെ? സലൈവ അവരുടെ നീര് നമ്മുടെ ബോഡിയിലാക്കുക എങ്ങനെയാണ്? അവർ സ്പർശിക്കുന്നത് വഴിയല്ലേ ആവാം അല്ലെ? അതുപോലെ പിന്നെ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കും അല്ലെ? അവർക്ക് നമ്മുടെ വീട്ടിലുള്ള എന്താണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു പൂച്ചവരാണെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്ന വഴി ഫുഡ് കൊടുക്കാൻ തന്നെ നമ്മൾ കയ്യിലേക്ക് വെച്ചിട്ട് അവർ ഫുഡ് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതാണ്. പിന്നെയോ നമ്മുടെ മുറിവില്ലാത്ത ഭാഗത്താണ് അവരെ സ്പർശിക്കുന്നെങ്കിൽ അങ്ങനെ 3 സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നതെങ്കിൽ സ്ക്വയർ അതൊക്കെ കിട്ടില്ലേ? കിട്ടുമോ? അതിനെ കുറിച്ച് അറിയില്ലേ? നിങ്ങൾക്ക് ഡോഗ് ക്യാറ്റ് അല്ലേ? ഇത് രണ്ടുമല്ലേ അറിയണ്ടാവുള്ളൂ അല്ലേ? അല്ല, കൂടാണ്ട് ഇതുപോലെയുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പേവിഷബാധ അവയ്ക്ക് പരത്താനുള്ള കഴിവുണ്ട്. അതെങ്ങനെയാ? എന്താണ് ഇപ്പൊ പേവിഷബാധ റാബീസ് പറയണത്? എന്താണ്? ഇതാണ് പരത്തുന്നതെന്ന് മനസ്സിലായി നമുക്ക്. എന്താ സംഭവം? പേപിടിച്ച പോലത്തെ ഒരു അവസ്ഥ. എങ്ങനെയാണോ? എന്താ സംഭവം? എന്തോ ഒരു രോഗാണു കാരണമാണ് വരുന്നല്ലേ അല്ലേ? നിങ്ങൾ എന്തൊക്കെ രോഗാണു പഠിച്ചിട്ടുണ്ടാവും? ചെറിയ കുട്ടികൾക്ക് അറിയണ്ടാവില്ല, എന്നാലും ബാക്കിലുള്ള വലിയവർക്കൊക്കെ അറിയണ്ടാവും. പല രോഗാണുക്കളുണ്ട് അല്ലേ? നമുക്ക് എന്തൊക്കെ രോഗാണുക്കളുള്ളത്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രോഗാണുക്കൾ ഉണ്ട് അല്ലേ? ഇല്ലേ? അതില് ഈ പേവിഷബാധ അഥവാ റാബീസ് എന്ന് പറയുന്ന രോഗം പരത്തുന്നത് ഏതാ? ഏത് രോഗാണുവാ? അറിയില്ല. വൈറസ് ആണ് കേട്ടോ. ഒരു തരം